Hare Krishna. So now we are starting the Hare Krishna seminar on Vaishnava ethic. Vaishnava Sadachar എന്ന് പറയും. ഇതിന് എന്തൊക്കെയാണ് വൈഷ്ണവർ ചെയ്യേണ്ട സദാചാരങ്ങൾ, അതായത് ഒരു വൈഷ്ണവം പാലിക്കേണ്ടതായിട്ടുള്ള കടമകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് വൈഷ്ണവ എറ്റിക്കിനകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യം ഓരോന്ന്. വെൽക്കം ടു ദ കോഴ്സ് ഓൺ വൈഷ്ണവ എറ്റിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ. എന്തൊക്കെയാണ് വൈഷ്ണവ സദാചാരവും വൈഷ്ണവരുടെ ജീവിത രീതികളും എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ളതാണ് ഈ സെമിനാർ എന്ന് പറയുന്നത്. Table of contents, part 1 introduction, part 2 ethic within the temple, other ethics, prasadam, kitchen. ഇവ കാര്യങ്ങളാണ് ഡിവോട്ടികൾ പ്രധാനമായിട്ടും പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. So we are starting now the first part, introduction. And then part 3 ഡിവോട്ടീസ്. വ്യത്യസ്തരായ ഭക്തജനങ്ങളുമായിട്ട് പല കാറ്റഗറിയിലുള്ള ഉന്നതരായ വൈഷ്ണവരുണ്ട്, തുടക്കക്കാരായിട്ടിരിക്കുന്ന വൈഷ്ണവരുണ്ട്, ചെയ്യേണ്ടത്. റിസപ്ഷൻ ഓഫ് ഗസ്റ്റ്, അതിഥി സേവ, എങ്ങനെയാണ് അതിഥികളെ സ്വീകരിക്കേണ്ടത്, ആശ്രമത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. അവിടെ ഗസ്റ്റായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം. കൺക്ലൂഷൻ. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. സോ വി വിൽ സ്റ്റാർട്ട് നൗ ദി പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ. ആൻഡ് അട്രാക്റ്റീവ് ഇൻ ദ ഐസ് ഓഫ് ദ വേൾഡ്. സോ എപ്രകാരമാണോ ഒരാൾ ആഭരണങ്ങൾ ധരിച്ചാൽ അയാൾ അല്ലെങ്കിൽ ആ സ്ത്രീ, മാതാജി കാണാൻ സുന്ദരിയാവുന്നത് ആഭരണങ്ങൾ ധരിക്കുന്ന പോലെ, അതുപോലെ വൈഷ്ണവ എറ്റിക് എന്ന് പറയുന്നത് വൈഷ്ണവരുടെ ആഭരണമാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് വൈഷ്ണവ എറ്റിക്സ് ആർ ജസ്റ്റ് ലൈക്ക് ദി ഓർണമെന്റ്സ് ഓഫ് വൈഷ്ണവാസ്. നോർമലി വി ആർ wearing different type of ornaments to decorate ourselves. So same like that, this ethic is also ornaments to Vaishnavas. ഇത് നമ്മൾ പറഞ്ഞതല്ല, മഹാപ്രഭു പറഞ്ഞ കാര്യമാണ്. ഇത് പറയുന്നുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭു says in the Chaitanya Charitamrita that the observance of Vaishnava ethic is an ornament which makes a devotee beautiful and attractive in the eyes of God and in the eyes of the world. നാട്ടുകാരുടെ മുമ്പിലും അതിലുപരിയായിട്ട് ഭഗവാന്റെ മുമ്പിലും ഒരു വൈഷ്ണവനെ സുന്ദരിയും സുന്ദരനുമാക്കുന്നത് അവന്റെ ആചാരങ്ങളാണ്, എറ്റിക്സ് ആണ്. ഇത് ചൈതന്യ മഹാപ്രഭു ചരിതാമൃതത്തിൽ പറഞ്ഞിരിക്കുന്നു. ചൈതന്യ ചരിതാമൃതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒരു വൈഷ്ണവനെ സുന്ദരിയും സുന്ദരനുമാക്കുന്നത് അയാള് അനുവർത്തിച്ചു വരുന്ന ആചാരങ്ങളും ശീലങ്ങളുമാണ്. ഇപ്പൊ നാട്ടുകാര് നമ്മളെ ഹരേ കൃഷ്ണക്കാരാണെന്നുള്ള രീതിയിൽ കാണും. തിലകം തൊട്ടുകൊണ്ട് നടക്കുന്നു, അതുപോലെ തന്നെ ധോത്തി ഉടുത്തുകൊണ്ട് നടക്കുന്നു, ജവമാല കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നാട്ടുകാർക്ക് അറിയാം നമ്മൾ വൈഷ്ണവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആചാരങ്ങൾ പാലിക്കാനായിട്ട് ബാധ്യതയുള്ള ആൾക്കാരാണ്. അത് നമ്മളെ ഭഗവാന്റെ good in the attractive in the eyes of the Lord and attractive in the eyes of the common people. And among sources we are going to discuss many things. So from where we got all these things? It is from the nectar of devotion, nectar of instruction, and the other books, letters and instructions of Srila Prabhupada. പ്രഭുപാജിയുടെ വേരിയസ് ഇൻസ്ട്രക്ഷൻസിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ നെക്ടർ ഓഫ് ഡിവോഷനിൽ നിന്നും നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ നിന്നും, ഭക്തിരസാമൃത സിന്ധു, അങ്ങനെയുള്ള ബുക്കുകൾ. പിന്നെ പ്രഭുപാജിയുടെ ഹരേ കൃഷ്ണ, ഹരിമോൾ, പ്ലീസ് മ്യൂട്ട് യുവർസെൽഫ്. ഹരിമോൾ. Sunandan Prabhu and Yajneshwar Prabhu. Hare Krishna, please mute it. We are recording the seminar, so please mute.
ഓഫ് ശ്രീല പ്രഭുപാദ. ഇതൊക്കെയാണ് നമ്മൾ ഇതിന് ആധാരമായിട്ട് ഇന്നത്തെ ഈ സെമിനാറിൽ ഇതിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. Sanatana Goswami about the behavior of a Vaishnava as follows. Chaitanya Mahaprabhu സനാതന ഗോസ്വാമിക്ക് സനാതന ഗോസ്വാമിക്ക് ചൈതന്യ മഹാപ്രഭു കൊടുത്ത ഉപദേശങ്ങളാണ് താഴെ പറയുന്ന രീതിയിൽ അദ്ദേഹം ഉപദേശിച്ചിരിക്കുന്നു. വൈഷ്ണവര് എപ്രകാരം ബിഹേവ് ചെയ്യണം, വൈഷ്ണവർ എപ്രകാരമാണ് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, അത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്താണെന്ന് നോക്കാം. So what is the advice of Lord Chaitanya to Sanatana Goswami? We will see. Yadyapi tumi hao jagat pavana toma sparshe pavitra haya deva muni gana tada vibhakta subhakta maryada rasana 129 and 130. എന്താണ് പറഞ്ഞിരിക്കുന്നത് ചൈതന്യ ചരിതാമൃതത്തില്? മൈ ഡിയർ സനാതന, ഓൾ ദ യൂണിവേഴ്സ് and although even the demigods and great saints are purified by touching you, it is the characteristics of a devotee to observe and protect the Vaishnava ethic. Maintenance of the Vaishnava ethic is the ornaments of a devotee. സനാതന ഗോസ്വാമി ഒരു മഹാപ്രഭു പറയുന്നതാണ്, അങ്ങ് ഈ ലോകത്തിന്റെ മുഴുവനും മുക്തിദായകനാണ്, ലോകത്തിന് മുഴുവൻ മുക്തി പ്രദാനം ചെയ്യാൻ കഴിവുള്ള ആളാണ് അങ്ങ്. സനാതന ഗോസ്വാമിയോട് ഭഗവാൻ പറയാണ്. എന്താ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശാസ്ത്രം പറയുന്നുണ്ട് ഒരു ശുദ്ധ വൈഷ്ണവൻ ഈ ലോകത്തിനെ മുഴുവൻ പരിപാവനമാക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീല പ്രഭുപാദജി അദ്ദേഹം ഈ ലോകത്ത് വരികയും അതിനു മുമ്പ് എത്രയോ ഭക്തി പ്രചരിപ്പിക്കുകയും അതുപോലെയുള്ള ധർമ്മം പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ശ്രീല പ്രഭുപാദജിയെ പോലെ ഒരു ശുദ്ധ ഭക്തനും അപ്പോഴ് ഈ ലോകം പ്രചരിപ്പിക്കുകയും വൈഷ്ണവിസം ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ഇന്ന് ഈ ലോകത്തില് ഉള്ള ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ഏതാണ്ട് 99% രാജ്യങ്ങളിലും ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ചെയ്യുന്നുണ്ട് ആൾക്കാര്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഭക്തന് ലോകം മുഴുവൻ പ്യൂരിഫൈ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്, ലോകത്തിനെ മുഴുവൻ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് വൈഷ്ണവ ഭക്തർക്ക്. ഒരാൾ മതി. അങ്ങനെയുള്ള ആൾക്കാരാണ് ഭഗവാന്റെ ഭക്തന്മാര്. അവര് നടക്കുന്ന തീർത്ഥങ്ങളാണ്, അവര് തീർത്ഥങ്ങളാണ്, നടക്കുന്ന തീർത്ഥങ്ങൾ. അവര് പോകുന്ന സ്ഥലമെല്ലാം പരിശുദ്ധമാക്കിക്കൊണ്ട് നടക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു എടുത്ത്, ഓൾദോ യു ആർ ദ ഡെലിവറർ ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ് ആൻഡ് ഓൾദോ even the demigods and the great saints are purified by touching you. വലിയ വലിയ ഋഷിമാര് മുനിമാരൊക്കെ അതുപോലെ തന്നെ മറ്റ് ദേവതകള് ഒക്കെ അങ്ങയെ ഒന്ന് തൊടുന്നതിന് വേണ്ടി, അങ്ങയുടെ ഒരു സ്പർശനത്തിന് വേണ്ടി കാത്തിരിക്കുക. എന്തിനാ? അവര് പ്യൂരിഫൈ ആവുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഇത് നടക്കുന്ന തീർത്ഥമാണെന്ന് പറഞ്ഞു. ഭാഗവതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം ഭഗവാൻ തന്നെ ഇത് കൺഫേം ചെയ്ത് തരികയാണ്. സനാതന ഗോസ്വാമിയുടെ ശരീര സ്പർശത്തിന് വേണ്ടിയിട്ട് മഹർഷിമാരും മുനി devoted to observe and protect the Vaishnava ethic. വൈഷ്ണവ ആചാരങ്ങൾ പാലിക്കേണ്ടത് ഒരു വൈഷ്ണവന്റെ, ഒരു ഭക്തന്റെ കടമയാണ്. ആ ആചാരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്തൊക്കെയാണ് വൈഷ്ണവിസം എന്ന് പറയുന്നത്? സോ for a pure devotee to touch or getting the blessings of a pure devotee, even the demigods and the rishis and the saints, they are waiting to get this presence and blessings of the pure devotees, because they are always following and observing the ethics, Vaishnava ethics, what to do, what to do with the devotees,
how to deal with the non-devotees, everything they knows. Maintenance of the Vaishnava ethic is the ornaments of a devotee. So we can say simply, ഇത് നമ്മളുടെ ആഭരണമാണ്, വൈഷ്ണവന്റെ ആഭരണമാണ്, വൈഷ്ണവന്റെ ആചാരങ്ങൾ, സദാചാരങ്ങൾ. വൈഷ്ണവരുടെ സദാചാരങ്ങൾ എന്ന് പറയുന്നത് is the ornaments of the Vaishnava. So ethic is the ornaments of the Vaishnava. ഇത് Lord Chaitanya himself told to Sanatana. Lord Chaitanya Mahaprabhu ഇത് സനാതന ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ഉപഹാസ ഇഹലോക പരലോക ദ്വൈഹായാനാസ മര്യാദ ലഗ്നെ. If one transgresses the law of ethic, people may fun on him, and thus he is vanquished in both this world and the next world. ഒരാള് മര്യാദ പുരുഷോത്തമനായിട്ട് ജീവിച്ചില്ലെങ്കിൽ, നമ്മളെ ക്ലാസ്സിനകത്ത് പറയാറുള്ളത് പോലെ മര്യാദയായിട്ട് എങ്ങനെ ജീവിക്കണം, ഒരു വൈഷ്ണവിസം ഫോളോ ചെയ്ത് എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ അയാൾ ഈ ലോകത്തിലും ഇഹലോകത്തിലും നമുക്ക് 3 ശാസ്ത്രങ്ങൾ നമുക്ക് തന്നിട്ട് ഇത് നമ്മൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ കാണിച്ചു തരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാമായണം നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരുന്നു. മര്യാദ പുരുഷോത്തമന്റെ ജീവിതമാണ് രാമായണത്തിൽ കൂടി കാണിച്ചു തരുന്നത്. അപ്പൊ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നു. അതുപോലെ എങ്ങനെ ലീഡ് ചെയ്യണമെന്നാണ് ശ്രീമദ് ഭഗവത്ഗീത കാണിച്ചു തരുന്നത്. എങ്ങനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, ഈ ജീവിതം സക്സസ് ആക്കുന്നതിന് വേണ്ടി എങ്ങനെ മുന്നോട്ട് പോകണം, അതുപോലെ എങ്ങനെ ലീവ് ചെയ്യണം, എങ്ങനെ ഇവിടം വിട്ടുപോകണം എന്നുള്ള കാര്യം നമുക്ക് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്നു. അപ്പൊ ഇത് 3ഉമാണ് നമുക്കുള്ള ബുക്കുകൾ. ഇതിൽ നിന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഇതനുസരിച്ച് മുന്നോട്ട് പോകാത്ത ഒരാളിന് ഈ ലോകത്തിലും പരലോകത്തിലും ഏത് ലോകത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും വൈഷ്ണവര് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ആചാരങ്ങൾ പാലിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഹെറിറ്ററി ആയിട്ട് ഒരു വലിയ ട്രഡിഷനിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഭഗവാനിൽ നിന്ന് തുടങ്ങി ബ്രഹ്മാവിൽ കൂടി, വ്യാസമഹർഷിയിൽ കൂടി, ശുകദേവ ഗോസ്വാമിയിൽ കൂടി, നാരദ മഹർഷിയിൽ കൂടി, ബ്രഹ്മാവിൽ തുടങ്ങി ഭഗവാനിൽ തുടങ്ങി ബ്രഹ്മാവിൽ കൂടി, നാരദ മഹർഷിയിൽ കൂടി, വ്യാസമഹർഷി, ശുകദേവ ഗോസ്വാമി, അങ്ങനെയുള്ള ആ റിച്ച് ആയിട്ടുള്ള ആ ട്രഡിഷൻ, ആ പരമ്പരയിൽ കൂടി ചൈതന്യ മഹാപ്രഭുവിൽ വന്ന് അവിടുന്ന് ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർജി, അതിനിടെ ചില പ്രഭുപാജി, ഗുരുമരാജ്, അങ്ങനെയുള്ള മഹത്തായ ഒരു പരമ്പരയിൽ കൂടി താഴേക്ക് വന്നിരിക്കുന്നതാണ് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇതെന്താണ്, ഇത് ഫോളോ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ്. ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഹരേ കൃഷ്ണക്കാരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ആൾക്കാർ നമ്മളെ ഏത് രീതിയിൽ കാണും, എപ്രകാരമാണ് നമ്മളെ ആൾക്കാർ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം.